അവളെങ്ങനെ സമ്മതിച്ചാലാ? അവള് സമ്മതിച്ചാൽ കെട്ടണം സുഖു. നല്ല പെണ്ണല്ലേ? നിനക്കാണെ വേറെ പെണ്ണെന്നും കിട്ടൂട്ടാ. കുഞ്ഞായി സുഖു സുഖുച്ചേട്ടാ, ഈ ഐഡിയ കൊള്ളാം. സുഖുച്ചേട്ടൻ അകത്ത് നിന്ന് അവളടുത്ത് കെട്ടിക്കൊള്ളാന്ന് പറ. അപ്പൊ അവളൊന്ന് പേടിക്കും. അങ്ങനെ പേടിച്ചവള് തകർന്ന് നിന്റെ കാലിൽ വീണ് പറയും, സുഖുച്ചേട്ടാ എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പൊക്കോട്ടെ. അപ്പം സുഖുച്ചേട്ടൻ പറയണം, നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. അങ്ങനെ തകർന്ന് നിൽക്കുന്ന അവളുടെ കരച്ചില് കണ്ട് കണ്ട് മടുക്കുമ്പോ നീ പറയണം, ജാവോ ആവോ വായോ വോ. പറ. എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല. എനിക്കും അടിയനെ പോന്നു. കിടന്നിന്റെ മറ്റേ വട്ടിട്ടൊക്കെ സെറിഞ്ഞപ്പോ വരാൻ പറ്റിയില്ല. കപ്പറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. നന്നായി. പരിപാടിയാണ് നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? മതാണോ നിന്റെ പ്രശ്നം? എടി, എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചുവപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാതിരി മനുഷ്യന്മാരെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറഞ്ഞു കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനുള്ളൊക്കെ നടന്ന്. എടാ മോനെ, നീ ചോറിന്നത് പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ, നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ച്, എന്റെ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ. ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞു. നാളെയോ മറ്റന്നാളോ. ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇനി വന്നേരും മോളെ. മോനെ, ഇന്ന് കല്യാണയില് കുറച്ച് തേങ്ങ പോയിച്ചു തരുമോ? അശ്വതി മോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില്. നിങ്ങൾക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ ശിവനടി. ഷീബയുടെ അപ്പനാ. വാന്ന് ഇരിക്കി. ഇതാരോ വന്നിരിക്കണം നോക്കിയേ. പുളസ് ചായ എടുത്തോ. കുട്ടികൾ കല്യാണം ഏർപ്പാടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാരണവന്മാരാണല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഏത്? നമുക്ക് ഇവരുടെ കല്യാണം ഉണ്ടല്ലോ, അതിഗംഭീരമായിട്ടൊക്കെ നടത്തിയേക്കാം. ബേബിന്ന് കണ്ടല്ലേ പേര് പറഞ്ഞത്? ഓ, വീട്ടിലത്തെ ആദ്യത്തെ കല്യാണം നമുക്ക് ഞാൻ ഷീബനെ കൊണ്ടുപോകാമെന്നാ. ഞാൻ വരുന്നില്ല. നീ വന്നു കയറിക്കണ ഒരു കുടുംബത്തായതുകൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് ഓർത്ത് ഒറ്റയ്ക്ക് വന്നത്. ബേബിച്ചായ, എന്താ ഇത്? കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അങ്ങോട്ട്. അതിനൊരു പ്രശ്നമുണ്ട്. മതമാണോ പ്രശ്നം? എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെ. 18 വയസ്സ് തികഞ്ഞിട്ടില്ല. കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം കല്യാണം. നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രായവൃത്തിയാവുന്നതിനെ കെട്ടിച്ചുവിടുന്നതിന് ഡാഡി പോലീസ് കൊണ്ടുപോണ്ടേ? ഡാഡി ഒരു കാര്യം എനിക്ക് മണ്ടത്തരം കാണിച്ച് എന്തായാലും പോലീസ് കൊണ്ടു. നമ്മുടെ ഡാഡി വന്നിട്ടുണ്ട്. അവക്ക് 18 വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ആർക്ക്? ഷീബയ്ക്ക്. ആര് പറഞ്ഞു? അവളച്ഛൻ. ഒന്ന് പോടാ അവിടുന്ന്. ചുമ്മാ കല്യാണം നടത്താൻ പോയി പെണ്ണിന് 18 ആയിട്ടില്ലെന്ന് ചുമ്മാ പറഞ്ഞായിരിക്കും. ചായ എടുക്കാൻ മാറില്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തിനാടാ? ചുമ്മാ ഒന്ന് എക്സ്ട്രാ എടുക്കാൻ. ചുമ്മാ
സൂചേട്ടൻ വേണേ ചുമ്മാ നൊളിപ്പൊക്കോ. എന്തിന്? ചുമ്മാ. ഓ ചുമ്മാ. നമ്മളായിട്ട് വിളിച്ചിട്ട് വന്നല്ലേ, നമ്മളായിട്ട് വന്ന് കയറിയതല്ലേ. ഉണരൂ വേഗം നീ സുഖറാണി വന്നു നായിക പ്രേമത്തിൻ മുരളി ഗായിക. നമുക്ക് കല്യാണം കഴിക്കണ്ടേ സൂചേട്ടാ? എന്നെ വെറുതെ ചലഞ്ച് ചെയ്യാൻ നിക്കല്ലേ. ഇത്രയും നാള് നീ പറയണം കിട്ടുന്ന ഒരു കൊരങ്ങനെ പോലെ തുള്ളി. ഇനി നടക്കൂലോ. ഇപ്പറക്കി പോയി നിന്റെ ബേബിയിലെ ഡാഡി, അയാളോട് ഞാൻ മൊത്തം എണ്ണി പറക്കി കൂടിപ്പോയി നീ മോശക്കുറ്റത്തിലെ കേസ് കൊടുക്കോളൂ. അത് ഞാൻ അങ്ങോട്ട് സഹിക്കിച്ചു. കൊലക്കുറ്റത്തിനാണെങ്കിലോ? ഏതുപോലെ കുറ്റം? ഒരാളെ കൊന്നിട്ടല്ലോ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി. ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. ലോണിന്റെ ആവശ്യത്തിനാണ്. പാച്ചനോട് ചോദിച്ചോക്ക്. ആരോടും പറയില്ല, ഞാൻ കാലുടിക്കാം പ്ലീസ്. എത്ര ഉണ്ടല്ലോ ഇടുന്നു? അമ്മയോട് ഞാൻ. എടാ സുഖു, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട. അശ്വതി മോളെ, ഇത് ആരാ പറഞ്ഞേ? കുഞ്ഞായാണ്. സൂചേട്ടൻ പറഞ്ഞു. ഞാനാ? ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. എനിക്കറിയായിരുന്നു. ഞാനേ പറയുള്ളത് എനിക്കറിയായിരുന്നു. വേറെ ആരും പറയൂല. അമ്മ അപ്പടിച്ച് തേങ്ങ എടുത്ത് പായസം വയ്ക്കാനാ. ആരോടെങ്കിലും പറയൂ. പിറന്നാളെന്നാ? എടാ നീ എന്തിനാ അവളോട് എന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അത് ഈ പ്രാന്തിന്റെ കേസൊക്കെ. അത് പിന്നെ പണ്ട് ക്യാഷ്വലായിട്ട് ഞങ്ങൾ പണ്ട് പ്രേമത്തിലായിരുന്നല്ലോ സുഖു. ഓ ഇതാണ് പ്രേമം അല്ലേ? എടാ നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാ നമുക്ക് ചുറ്റുള്ളവരെല്ലാം വേണ്ട നമുക്ക് വേണ്ടി മാത്രം നൃത്തം ചെയ്യും. മനസ്സിലായടാ? അതാണ് പ്രേമം. നിനക്ക് തോന്നിയത് കാമം. രണ്ടും ഒന്നല്ല സുഖു. ഒന്നായി ഒന്നായി ഒന്നായി. എടാ അടുത്ത ദിവസമൊക്കെ 18 വയസ്സാ വേണ്ട. അതിനും പാട് ഒഴിവാക്കണം. മനസ്സിലായോ? ചേട്ടാ നമുക്ക് അവളെ പഠിക്കാൻ ചേർത്താലോ? പിന്നെ പഠിക്കാൻ ചേർക്കാൻ നീ അവളുടെ അപ്പനല്ലേ? പഠിക്കാൻ ചേർക്കാൻ വേണ്ട, നമുക്ക് അവളോട് പഠിക്കാൻ ചേർക്കാന്ന് പറയാം. എന്നിട്ട് അവളൊരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കാം. എന്നിട്ട് അവളുടെ അച്ഛനോട് പറയാം. എന്നിട്ട് അവളുടെ അച്ഛൻ വന്ന് അവളെ കൊണ്ടോട്ടെ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സൂചേട്ടാ ഇത് ചതിയല്ലേ? എന്ത് ചതി? ഒരു ചതിയില്ല. അവളുടെ സ്റ്റൈലിൽ തന്നെ ഒഴിവാക്കണം. ഇതെന്താ താളപ്പലിയൊക്കെ? താലപ്പൊളി അല്ലടാ, തിരുവാതിര. ഹായ് മമ്മി. ഏയ് നാളെ ക്ഷീണമായിരിക്കും, അതുകൊണ്ടൊന്ന് ലീവ്. ഇവരുള്ളതാണ് എനിക്കൊരു ആശ്വാസം. എന്താ? ഏത് സമയത്തും കൂടെ ഉണ്ടാവും. ഈ ഒരു മാനസിക നിലയിലും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സുഹൃത്തുക്കളായി പോയില്ല അച്ഛാ. അതാണ് എനിക്കും ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുഖു മരിച്ചുപോയി. അതിനുശേഷമാണ് സുചേട്ടനുള്ള അത് വെച്ചിട്ടുണ്ടേ കുടിക്കണേ.